വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഒരിക്കൽ തന്റെ നിയോഗത്തിനായി പ്രാർത്ഥിക്കണമെന്ന് കുമ്പസാരക്കാരൻ ആവശ്യപ്പെട്ടു. ദൈവമാതാവിനോട് ഞാനൊരു നവനാൾ തുടങ്ങി 9 പ്രാവശ്യം രാജ്യകന്യകെ എന്ന ജപം ചൊല്ലുക എന്നതായിരുന്നു നവനാൾ. നവനാളിന്റെ അവസാനത്തിൽ ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ ദൈവമാതാവിനെ ഞാൻ കണ്ടു. എന്റെ കുമ്പസാരക്കാരൻ അമ്മയുടെ കാൽക്കൽ മുട്ടുകുത്തി നിന്ന് സംസാരിക്കുന്നതും കണ്ടു. അദ്ദേഹം സംസാരിക്കുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെന്നാൽ ഞാൻ ഉണ്ണിയേശോയുമായുള്ള സംഭാഷണത്തിൽ മുഴുകിയിരുന്നു. ഉണ്ണിയേശോ മാതാവിന്റെ കരങ്ങളിൽ നിന്നിറങ്ങി എന്നെ സമീപിച്ചു. അവിടുത്തെ കോമളത്വം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എന്റെ കുമ്പസാരക്കാരനോട് ദൈവമാതാവ് പറഞ്ഞ ചില വാക്കുകൾ ഞാൻ കേട്ടു. എല്ലാം കേട്ടില്ല. അവ ഇങ്ങനെയായിരുന്നു: ഞാൻ സ്വർഗരാജ്ഞി മാത്രമല്ല, കരുണയുടെ മാതാവും നിങ്ങളുടെ അമ്മയുമാണ്. ആ സമയത്ത് അമ്മ കാപ്പ പിടിച്ചിരുന്ന തന്റെ വലതുകരം നീട്ടി അതുകൊണ്ട് അച്ഛനെ പൊതിഞ്ഞു. ആ നിമിഷം ദർശനം അവസാനിച്ചു. ഓ, ഒരു ആത്മീയ നിയന്താവുണ്ടായിരിക്കുക എത്ര വലിയ അനുഗ്രഹമാണ്! പുണ്യത്തിൽ വലിയ അഭിവൃദ്ധി പ്രാപിക്കാനും ദൈവ തിരുമനസ് വ്യക്തമായി മനസ്സിലാക്കാനും അത് വിശ്വസ്തയോടെ നിറവേറ്റാനും സാധിക്കും. അപകടം കൂടാതെ ഉറപ്പായ വഴിയിലൂടെ അദ്ദേഹം നമ്മെ നയിക്കും. ആത്മാവിനെ അപകടപ്പെടുത്തുന്ന പാറകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആത്മീയ നിയന്താവിനറിയാം. നിശ്ചയമായും കർത്താവ് വളരെ വൈകിയാണ് എനിക്ക് ഈ കൃപ തന്നത്. എന്നാൽ ഞാൻ അതിൽ വളരെ ആനന്ദിക്കുന്നു. എന്റെ ആത്മീയ പിതാവിന്റെ ആഗ്രഹമനുസരിച്ച് കർത്താവിന്റെ തിരുമനസ് വ്യതിചലിക്കുന്നു. എനിക്ക് സംഭവിച്ച 1000 അനുഭവങ്ങളിൽ നിന്ന് ഒരെണ്ണം ഞാൻ പറയാം. പതിവ് പോലെ ഒരു ദിവസം രാത്രി അടുത്ത ദിവസത്തേക്കുള്ള ധ്യാനചിന്ത പറഞ്ഞു തരാൻ ഞാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. എനിക്ക് ഉത്തരം ലഭിച്ചു. യോനാ പ്രവാചകനെയും അവന്റെ ദൗത്യത്തെയും പറ്റി ധ്യാനിക്കുക. ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. മറ്റു വിഷയങ്ങളിൽ നിന്ന് ഈ വിഷയം വളരെ വ്യത്യസ്തമാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ കരുതി. എന്നാൽ പൂർണ്ണാത്മാവോടെ ഞാൻ അതേപ്പറ്റി ധ്യാനിക്കാൻ ശ്രമിച്ചു. പ്രവാചകന്റെ സ്ഥാനത്ത് എന്നെ കണ്ടുകൊണ്ട് ധ്യാനിച്ചു. ദൈവത്തിന് എന്തും ചെയ്യാൻ സാധ്യമാണെന്നും ഉപകരണം ബലഹീനമായിരിക്കുമ്പോഴാണ് സർവശക്തന്റെ ശക്തി കൂടുതൽ പ്രകടമാകുന്നതെന്നും മനസ്സിലാക്കാതെ മറ്റാരെങ്കിലും അവിടുത്തെ തിരഹിതം എന്നേക്കാൾ നന്നായി നിറവേറ്റുമെന്നും മറ്റും പറഞ്ഞ് ഞാനും കർത്താവിനോട് പലപ്പോഴും ഓരോ ഒഴികഴിവുകൾ പറയുന്നതിനെക്കുറിച്ച് ധ്യാനിച്ചു. ദൈവം അതെനിക്ക് വെളിപ്പെടുത്തി തന്നു. അന്നുച്ച കഴിഞ്ഞ് സഭാസമൂഹത്തിന് കുമ്പസാരമായിരുന്നു. അനുയോജ്യയല്ലാത്ത എന്നെ ഈ ദൗത്യത്തിനായി കർത്താവ് ഉപയോഗിക്കുന്നതിൽ എനിക്കുള്ള ഭയത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ആത്മീയ നിയന്താവിനോട് പറഞ്ഞു. എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞു, പൂർണ്ണ മനസ്സോടെയോ അല്ലാതെയോ നമ്മൾ ദൈവ തിരുമനസ് നിറവേറ്റണം. യോനാ പ്രവാചകന്റെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്നു. കുമ്പസാരത്തിനു ശേഷം യോനായെപ്പറ്റി ധ്യാനിക്കാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യം അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? ഞാൻ അദ്ദേഹത്തോടിത് പറഞ്ഞിരുന്നില്ലല്ലോ എന്നോർത്ത് ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു: എന്റെ സ്ഥാനത്ത് വൈദികൻ പ്രവർത്തിക്കുമ്പോൾ അവനല്ല, ഞാനാണ് അവനിലൂടെ പ്രവർത്തിക്കുന്നത്. അവന്റെ ആഗ്രഹങ്ങൾ എന്റേതാണ്. തന്റെ പ്രതിനിധികളെ കർത്താവ് എപ്രകാരം സംരക്ഷിക്കുന്നു? അവിടുന്ന് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു.